ആപ്കി അദാലത്തിൽ ടി.പി. യാദവിന്റെ മേലുള്ള കുറ്റാരോപണം തന്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം സാക്ഷികളെ കൂറുമാറാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. യാദവ് സാർ, ഞാൻ സംസാരിക്കുന്നത് ജെസിക്ക ലാൽ മർഡർ കേസിനെ കുറിച്ചാണ്. അത് എല്ലാവരുടെ മനസ്സിലും വലിയ ബാധിപ്പുണ്ടാക്കിയ ഒരു കേസാണ്. 1999 ഏപ്രിൽ 30 ജെസിക്കയുടെ കൊലപാതകം നടന്നത്. ആ കേസിൽ താങ്കളുടെ മകൻ വികാസ് യാദവ് ഒരു അക്യൂസ്ഡ് ആയിരുന്നു. അതിനുശേഷം വന്ന ജഡ്ജ്മെന്റിൽ എല്ലാ കുറ്റവാളികളെയും കോടതി വെറുതെ വിട്ടു. ആ കേസിൽ വികാസ് യാദവിന് യാതൊരു റോളുമില്ല. ഞാനിത് വ്യക്തമായ എല്ലാ തെളിവുകളോടും കൂടിയാണ് പറയുന്നത്. പക്ഷേ ഇതിലെന്റെ വിഷമം എന്താന്ന് വെച്ചാൽ, ശരിക്കുള്ള തെളിവുകളില്ലാതെ പറയുന്ന ഇത്തരം കാര്യങ്ങൾ പറയുന്നവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് മറ്റു പലരെയും ബാധിക്കും. ഈ കേസിൽ വികാസ് യാദവ് അക്യൂസ്ഡ് അല്ലെന്നാണോ? ഇല്ല, ഇതിൽ വികാസ് യാദവിന് ഒരു റോളുമില്ല. 201 വകുപ്പ് അനുസരിച്ച് മനു ശർമ്മ പരിചയക്കാരനായതുകൊണ്ടാണ് കുറ്റം ആരോപിക്കപ്പെട്ടത്. കേസ് ആയതിനു ശേഷം ഒരു വണ്ടിയിലേക്ക് മാറ്റി, അതാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ്. അത് ശരിക്കും ഹൈക്കോർട്ടാണ് ഉൾപ്പെടുത്തിയത്. ടി.പി. യാദവ് ഒരിക്കലും ചാർജ് ചെയ്യുന്ന ആളല്ല. ഒരുപക്ഷെ നിങ്ങൾ ചാർജ് ചെയ്യുന്നയാളായി. ഇതിനെക്കുറിച്ച് എഫ്ഐആറിൽ എഴുതിയിരുന്നു. അദ്ദേഹം തന്റെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു, ബൽവന്ത്രയുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. അറിയാവുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ സ്വർണം കൈവശമുണ്ടെന്ന് പറയൂ. ഒരാളുമായിട്ട് ഇടപഴകുന്നത്, സൗഹൃദം സ്ഥാപിക്കുന്നത്, അതൊരിക്കലും ഒരു കുറ്റമോ തെറ്റോ അല്ല. മനു ശർമ്മ ഒരു കള്ളനോ കൊള്ളക്കാരനോ അല്ല, അത്തരമൊരു കുടുംബത്തിൽപ്പെട്ടയാളുമല്ല. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ ബന്ധുവായിട്ടാണ് മനു ശർമ്മ വരുന്നത്. ചണ്ഡീഗഡിൽ എന്റെ മകന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അയാൾ. അതുകൊണ്ടായിരിക്കാം അവനുമായിട്ട് ഇടപഴകിയത്, സൗഹൃദമുണ്ടായിരുന്നത്, പരിചയമുണ്ടായിരിക്കാം. എന്നുവെച്ച് വികാസ് യാദവ് കുറ്റവാളിയാണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊലപാതകത്തിന് ശേഷം ഏപ്രിൽ 30 ശേഷം തന്റെ വീട്ടിൽ പോലീസ് ഈ കേസിനെ കുറിച്ച് പറഞ്ഞത് ടി.പി. യാദവ് അതിലെ ബുള്ളറ്റുകൾ മാറ്റിയെന്നാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇക്കാര്യം ഈ ഇരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറയുകയാണ്. ഈ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയോ ഒരു സാക്ഷിയോ ടി.പി. യാദവിനെ അറിയുമെന്ന്, ടി.പി. യാദവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് ശിക്ഷയും സ്വീകരിക്കാൻ തയ്യാറാണ്. യാദവ് സാർ, ഇത് സത്യമാണോ? താങ്കളുടെ മകൻ പോലീസിന്റെ അടുത്ത് സറണ്ടർ ആയതിനു ശേഷം 19 ദിവസം കഴിഞ്ഞ് അതിനു മുൻപ് തന്നെ ഇൻഫാൽ കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം വാങ്ങിയെന്നാണ് കണ്ടാലോ പോലീസിന്റെ നടപടിക്രമങ്ങളിലോ ആർക്കാണ് ഭയം വരാത്തത്? അതായത് അവനോട് ചോദിച്ചപ്പോ അവൻ ബിസിനസ് ചെയ്തിരുന്ന, അവൻ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ജാമ്യം വാങ്ങിച്ചു. അവിടുത്തെ കോടതി നിന്ന് ജാമ്യം എടുത്തു. അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിലെന്താ തെറ്റ്? എത്ര പേരാണ് ജാമ്യം എടുത്ത് പുറത്തു വരുന്നത്? പക്ഷെ അവൻ ടി.പി. യാദവിന്റെ മകനായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ചീത്തപ്പേര് ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത്. അവൻ ടി.പി. യാദവിന്റെ മകനായതുകൊണ്ട് അവൻ ജാമ്യം എടുത്തത് വലിയൊരു കാര്യം. ഇപ്പൊ നിങ്ങളുടെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്ത് നിങ്ങൾ 3 ദിവസത്തിനകം ജാമ്യം എടുത്തു വന്നാ, അല്ല, ആരുടെ പേരിൽ കേസ് കൊടുത്താലും 4 ദിവസത്തിനകം ജാമ്യം കിട്ടും. അല്ല, എന്റെ മകനായതുകൊണ്ട് മാത്രം അവൻ കുറ്റവാളിയാകില്ലല്ലോ. ഞാൻ ഇത്രയും കാലം ജനങ്ങൾക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, സേവനമേ ചെയ്തിട്ടുള്ളൂ. സാർ, ഇത് താങ്കളുടെ മകന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണമൊന്നുമല്ല. ഇതിനു മുൻപ് 19ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന്റെ മേൽ മർഡർ കേസൊക്കെ ചുമത്തപ്പെട്ടതാണ്. ഈ കേസ് ഉത്തർപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സമയത്താണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്റെ പേരിൽ കേസ് ദേവേന്ദ്ര മർഡർ കേസിൽ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ കേസ് അതേ ഗവൺമെന്റ് തന്നെയാണ് പിന്നീട് പിൻവലിച്ചത്. കാരണം തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവന്റെ പേര് അതിൽ ചേർക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് തന്നെ ആ കേസ് പിൻവലിച്ചത്. കോടതിയിൽ ആ കേസ് എത്തിയില്ല. സർക്കാർ ചെയ്ത തെറ്റ് മനസ്സിലാക്കി ആ കേസ് പിൻവലിക്കുകയായിരുന്നു. ജെസിക്ക ലാൽ കേസിൽ പബ്ലിക് ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായത്തിൽ സാക്ഷികളെയെല്ലാം കൂറുമാറ്റിപ്പിച്ച് അവരുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം മാറ്റിയതായിട്ടാണ് ഇതുവരെ കേട്ടിരുന്നത്. ഈ അഭിപ്രായങ്ങളൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നീതി മെഴുകുതിരിയുടെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ ശ്രമിക്കൂ. അതായത് നിങ്ങൾ സൂര്യപ്രകാശത്തിൽ വെച്ച് കാണാൻ ശ്രമിക്കൂ. കാരണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് കോടിക്കണക്കിന് ജനങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ട്. എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയ നിങ്ങളുടെ പ്രതിനിധി ബാഹുബലി എന്ന് പറഞ്ഞു. പക്ഷെ ബാഹുബലി എന്ന് പറയേണ്ടത് ഹനുമാനെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുന്നവനാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം. സാർ, ഉത്തർപ്രദേശിൽ എവിടെ പോയാലും ജനങ്ങൾ താങ്കളെ ബാഹുബലി എന്നാണ് വിളിക്കുന്നത്. അല്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. ചിലരാണെങ്കിൽ കൊലപാതകം. നിങ്ങൾ ഇതുപോലെയൊക്കെ പറയുന്നത് നല്ല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഞാൻ നിങ്ങളെ മീഡിയയുടെ മാഫിയ എന്ന് വിളിച്ചോ? തീർച്ചയായിട്ടും വിളിക്കൂ. എനിക്കിതിൽ പറയുകയാണെങ്കിൽ മീഡിയയിൽ നിങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു മീഡിയ, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, രാഷ്ട്രപതിയെക്കുറിച്ചുള്ള SMS-കൾ, അതിലൂടെ ചിലർ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. SMS-ലൂടെ. SMS-ന് ഒരു റേറ്റ് ഉണ്ട്. നിങ്ങൾ അയക്കുന്ന SMS-ന് രാഷ്ട്രപതിയുടെ പേരിൽ 2 ലക്ഷം SMS. ആ മീഡിയയ്ക്ക് എത്ര ഇൻകം വരുന്നുണ്ടെന്നറിയാമോ? സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ശരിക്കും എഫക്റ്റ് അല്ലല്ല, ഇതിലെന്താ ഉള്ളത്? ശരിയല്ലേ?
ഞാൻ സത്യമാണ് പറയുന്നത്. തെറ്റ് ചെയ്തവർക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ഒരു മിനിറ്റ് സാർ നിൽക്കും അവർക്ക് എന്നോട് ചോദിക്കട്ടെ. മാഡം. യാദവ് സാർ മീഡിയയില് SMS-ലൂടെ എത്ര കോടി സമ്പാദിച്ചാലും മീഡിയക്ക് അതുകൊണ്ട് ഒരു നഷ്ടമില്ലല്ലോ. ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മീഡിയ ചെയ്യുന്നത് അല്ലല്ല, ഇത് പേഴ്സണൽ ഒന്നുമല്ല. ദിസ് ഇസ് നോട്ട് പേഴ്സണൽ. ഞാൻ വീണ്ടും പറയാണ്, ഇത് ഒരിക്കലും പേഴ്സണൽ അല്ല. പാവപ്പെട്ടവരുടെ പൈസയല്ല പോകുന്നത്. ഞാൻ പറയുന്നത് യുവാക്കളുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് യുവാക്കളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖാന്തരം ബാധിക്കപ്പെടുന്നത്. തെറ്റായ വഴിയിലാണ് സമ്പാദിക്കുന്നത്, നല്ല വഴിയിലല്ലേ കാശുണ്ടാക്കുന്നത്. അവർക്ക് മെസ്സേജ് ഇവർക്ക് മെസ്സേജ് ചെയ്യുന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇല്ലല്ല, ഇത് സമ്മതിക്കാൻ പറ്റില്ല. ഇത് തീർച്ചയായും തെറ്റായ ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിൽ മീഡിയ മാഫിയയാണ്. സാധാരണ ജനങ്ങളെ ചുരുണ്ടുന്നതാണെന്ന് ഞാൻ പറയും. യാദവ് സാർ, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മീഡിയയും നിർബന്ധിച്ച് പണമൊന്നും വാങ്ങുന്നില്ല. താങ്കളെപ്പോലെ കിഡ്നാപ്പ് ചെയ്തൊന്നും അവർ പണം. ഒരു കാര്യം, ഒരേ ഒരു കേസെങ്കിലും ഞാൻ ചാലഞ്ച് ചെയ്യാം, എല്ലാവരോടും ചാലഞ്ച് ചെയ്യാം. DP യാദവിന് ഒരു കിഡ്നാപ്പിംഗ് കേസെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തൂ. നിങ്ങൾ വെറുതെ TV-യിൽ ഇന്റർവ്യൂ എടുത്ത് എന്താണ് തെളിയിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ഒരു പോലീസ് ഓഫീസറെ ഇങ്ങോട്ട് വരുത്തണമായിരുന്നു. ഗാസിയാബാദ് SSP ഇങ്ങോട്ട് വരുത്തണമായിരുന്നു. എനിക്കെതിരെ തെളിവുകൾ ആരാണോ കൈവശം വെച്ചിട്ടുള്ളത് അവരുടെ മുന്നിൽ വെച്ചല്ലേ നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ടത്. ഡൽഹി പോലീസ് കമ്മീഷണറായ KK പോളിന്റെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. KK പോൾ, ഡൽഹി പോലീസ് കമ്മീഷണർ, അദ്ദേഹത്തിനേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥർ ആരുമില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജെസിക്ക ലാൽ മർഡർ കേസിൽ അക്യൂസ്ഡ് ആൻഡ് ഉദ്യോഗസ്ഥർക്ക് നടുവിൽ ചതി കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചോ? ഒരു കാര്യം മനസ്സിലാക്കണം, ഇതുവരെ ഡൽഹി പോലീസ് തെറ്റായ അന്വേഷണം നടത്തിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ, അതായത് അന്ന് രാത്രി ഏകദേശം 1:30 മണിക്ക് ഒരു മോഡൽ അർദ്ധനഗ്നിയായി മദ്യം വിളമ്പുന്ന സമയത്ത് അവിടെ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു? ഇതാണോ നമ്മുടെ സമൂഹത്തിനോടുള്ള മതിപ്പ്? ഇതുപോലെയുള്ള ചരിത്രമാണോ നമ്മൾ ഉണ്ടാക്കാൻ നോക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഋഷികളും മുനിവരന്മാരൊക്കെ എങ്ങനെയാണോ ജീവിച്ചത്? രാത്രി 1:30 മണിക്ക് ഒരു മോഡൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുന്നു. വലിയ ഉദ്യോഗസ്ഥന്മാർ. ഇത് നമ്മുടെ സംസ്കാരമാണോ? താങ്കളുടെ മകൻ ആ പാർട്ടിയിലുള്ളപ്പോ പാർട്ടിയിൽ ലിക്കർ സപ്ലൈ ചെയ്തില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുവല്ലേ? ഞാൻ പറയട്ടെ, എന്റെ മകൻ അവിടെ ഇല്ലായിരുന്നു. ഇതിൽ എന്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തു പറയാത്തത്? ആ പെൺകുട്ടിയെ പറ്റി എന്തൊക്കെയാണ് ഇതൊക്കെ പുറത്തു പറയാത്തത് എന്തുകൊണ്ടാണ്? മറുപടി പറയൂ. മദ്യം ഒരു റെസ്റ്റോറന്റിൽ രാത്രി 1:30 മണിക്ക് മദ്യം വിളമ്പുന്നുണ്ടായിരുന്നു. ആ റെസ്റ്റോറന്റിന്റെ ഉടമകളെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കുറ്റം ആരോപിക്കാത്തത്? അതിനുശേഷം താങ്കൾ ഈ കാര്യം പറയൂ. ഒരു പെൺകുട്ടി മദ്യം വിളമ്പിയതായി താങ്കൾ പറയുന്നു. എന്നിരുന്നാലും അവളെ കൊല്ലാൻ ആർക്കാണ് അധികാരമുള്ളത്? എവിഡൻസ് വായിച്ചത്? അല്ലല്ല, ഞാൻ പറയുന്നത് കൊല്ലാനുള്ള അധികാരം ആര് നൽകിയെന്നാണ് കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയട്ടെ, പെൺകുട്ടി അവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അധികാരം കൊടുത്തതെന്ന് വെച്ചാൽ മനു ശർമ്മ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഹീസ് നോട്ട് ദാറ്റ് പേഴ്സൺ. മാലിനി റവാനി, അതായത് ആ റെസ്റ്റോറന്റിന്റെ മുതലാളി. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? താങ്കൾ ചോദിക്കുന്നുണ്ടോ? എങ്കിൽ താങ്കൾ ചോദിക്കൂ. ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മീഡിയയെ പറ്റി സംസാരിക്കുന്നു, അവർക്ക് സപ്പോർട്ടാണെന്ന് പറയുന്നു. ആ സമയത്ത് ചിലപ്പോ മീഡിയ നിങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിരിക്കാം, മാലിന്യം സപ്പോർട്ടിംഗ് ആയിരിക്കാം. അങ്ങനെയോ ആവാലോ അല്ലേ? യാതൊരു ആവശ്യവുമില്ല, അതിൽ ഞങ്ങൾക്ക് റോളില്ല. അതായത് എനിക്ക് പറയാനുള്ളത്, ഇതിൽ മീഡിയ റോൾ ഇതിൽ ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം 7 വർഷം കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ മേൽ കുറ്റം ആരോപിക്കും. ഞാൻ അങ്ങനെ ആരുടെ മേലും കുറ്റം വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. സംഘടനയെ കുറിച്ചാണ് പറഞ്ഞത്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ന് മദ്യം വിളമ്പുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങളോടാണ്. അല്ല, ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിച്ചു. ഒന്ന് ചോദിച്ചോട്ടെ. താങ്കൾ ചോദിക്കൂ. നിങ്ങളുടെ സംസാരം മുഴുവൻ ജെസിക്കയ്ക്ക് എതിരായിട്ടാണല്ലോ. പറഞ്ഞു വരുമ്പോ ഇതെല്ലാം അക്യൂസ്ഡിന് എതിരായിട്ടാ ഉള്ളത്. ആക്ച്വലി കുറ്റം ചുമത്തപ്പെട്ടവർക്ക് എതിരായിട്ടാ വരേണ്ടത്. ഇത് നിങ്ങളെപ്പറ്റി എന്താ പറയുന്നതെന്ന് വെച്ചാ, സംസാരിക്കുന്ന വിധം കേട്ടാല് അവര് തെറ്റായ രീതിയിൽ ഡ്രിങ്ക്സ് കൊടുത്തോണ്ടേയിരുന്ന അതും നോക്കുകയാണെങ്കിൽ ബാധിക്കപ്പെട്ട പെണ്ണിന്റെ മേലെയാ തിരിയുന്നത്. പക്ഷേ അക്യൂസ്ഡ് ആയിട്ട് ഉള്ളവരെ പറ്റിയും പബ്ലിക് അക്യൂസ്ഡ് ആയിട്ട് വിചാരിക്കുന്നവരെ പറ്റിയും നിങ്ങളൊന്നും പറയുന്നില്ല. സംഘടനയെ കുറിച്ചാണ് ചോദിച്ചത്. അതായത് മാഡം, ഇത് കോടതിയുടെ തീരുമാനമാണ്. ഇത് ഞാൻ അതിനെ കുറിച്ച് പറയില്ല. നിങ്ങൾ പറയുന്ന ഓരോ കോടതിക്ക് എന്ത് വിലയാണുള്ളത്, എന്ത് മതിപ്പാണുള്ളത്? നിങ്ങൾ തന്നെ പറയൂ. ഇതിൽ ആർഗ്യുമെന്റ് ചെയ്യാനായി നിങ്ങളുടെ ഗ്രഡ്ജ് ജെസിക്കയുടെ അടുത്തല്ലേ? അവര് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ താങ്കളുടെ ഉത്തരവൊക്കെ കാണുമ്പോൾ താങ്കൾ അക്യൂസ്ഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലാണ് തോന്നുന്നത്. അങ്ങനെ അത് എനിക്ക് ഒരിക്കലും നീതിപീഠത്തെ ബഹുമാനിക്കാതിരിക്കാനാവില്ല. മരിച്ചവർക്കെതിരായിട്ട് സംസാരിക്കുന്നു. കോടതി വിധി വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ എപ്പോഴും ആർക്ക് വേണ്ടിയാണ് ശബ്ദമുയർത്തുന്നതെന്ന് വെച്ചാൽ, അതായത്
അവകാശങ്ങളെപ്പറ്റി ധൈര്യമായി പറയുന്നവർക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, കർഷക തൊഴിലാളികളുടെ പ്രശ്നം ഉന്നയിക്കുന്നവർക്ക് വേണ്ടി പക്ഷേ ഇപ്പോൾ ശബ്ദം. താങ്കൾ കൊലപാതകികൾക്കും മാഫിയകൾക്കും സപ്പോർട്ടായിട്ട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ടല്ലേ വെല്ലുവിളിച്ചത്. അതായത് ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു സാക്ഷി, DP യാദവിനെ എനിക്കറിയാം, അദ്ദേഹത്തെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ.